ആഘോഷിക്കാം. അല്ല പിന്നെ നല്ല ചിക്കൻ കറി ഇന്നത്തെ പരിപാടി. വിളിച്ചോക്കണം. ചിക്കൻ കറിയും കൂട്ടി ഒരു പിടി. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിക്കൻ കറി, അതും വറുത്തരച്ച ചിക്കൻ കറി അല്ലേ പ്രഭാതത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്യണേ. ഇതാണ് പ്രഭാത്, പാലക്കാട് സ്റ്റൈൽ പ്രഭാത്. ചിക്കൻ കറിക്ക് വേണ്ടി നമ്മൾ സവാള ഇടുന്നു. ഫസ്റ്റ് സവാള നന്നായി സവാള സെറ്റാവാം. ചിക്കൻ വറുത്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. സവാള പാടിക്കൊണ്ടിരിക്കുന്നു. സവാള നന്നായി മൂത്താലേ നമുക്ക് തക്കാളി ഇടാൻ പറ്റുള്ളൂ. സവാള വെന്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സവാള നന്നായി മൂപ്പിക്കണം. ചിക്കൻ അതേപോലെ തന്നെ വറുത്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ചിക്കനൂടാം. നമുക്ക് തക്കാളി ഇട്ടാം. തക്കാളി നന്നായി മൂപ്പിച്ച് കഴിഞ്ഞ ശേഷം തക്കാളി ഇടാം കേട്ടോ. തക്കാളിയും പച്ചമുളകും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ. ഇത് രണ്ടും ഇട്ട് ശരിക്കും മൂപ്പിക്കാം. ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് സെറ്റാക്കാം. നല്ലോണം സവാള അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ് ഗൈസ്. സവാള ഒന്ന് ശരിക്കും വാടണം, എന്നാലേ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ സവാള വാടിക്കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് വേവിക്കണം. ഇത് നമുക്ക് അതിലേക്ക് കൂട്ടാം. ഇഞ്ചി വെളുത്തുള്ളി നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ മൂപ്പിക്കണം. മുളക് പൊടി ആവശ്യത്തിന് നോക്കി ഞാൻ ഒരു 3-4 സ്പൂൺ, ചെറിയ സ്പൂണായപ്പോൾ 4 സ്പൂൺ ഇടുന്നത്. വലുതാക്കി 2 സ്പൂൺ ഉണ്ടാകും. പിന്നെ മഞ്ഞപ്പൊടി 1 സ്പൂൺ. അതും ആവശ്യത്തിന് ചിക്കനനുസരിച്ച് അത് കൊടുക്കുക. പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന്. അത് നോക്കിയിട്ട് നമുക്ക് അത് വിടാം. പിന്നെ മസാലപ്പൊടി നമ്മൾ വാങ്ങണ മസാലപ്പൊടിയല്ല, എല്ലാത്തതാണ് എടുക്കുന്നത്. അതും എടുക്കാം 1 സ്പൂൺ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി, നോക്കിയിട്ട് ഇട്ടാൽ മതി. ഉപ്പ് കൂടും. പിന്നെ സോസ് ഗ്രേവിക്ക് കട്ടി കൂടുതൽ പറഞ്ഞാൽ സോസ് എന്തായാലും നിർബന്ധമാണ്. അതിന് നമുക്ക് ചിക്കൻ മസാല അത് നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ തന്നെ ഒരു 2 പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കാശ്മീർ മുളക് പൊടി, അതൊരു 1 സ്പൂൺ. ഓക്കെ ഗൈസ്, അപ്പം ഇനി ഗ്രേവിയുടെ സെറ്റായി. ഗ്രേവി ഒന്ന് വെച്ച് കൊടുത്തരാം. ഞാൻ പൊടി മിക്സ് ചെയ്തൊന്ന് കുറച്ച് നേരം ഒന്ന് സെറ്റ് ചെയ്യാം. ഒരു മൂത്ത മണം വരണം. നമ്മളെ ചിക്കൻ്റെ ഗ്രേവി നന്നായി ഒന്ന്, എന്നാലേ ഇനി ഗ്രേവിയുടെ അത്യാവശ്യം ചോന്നുള്ളതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വെള്ളവും ബാക്കി കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാം. വറുത്ത് വെച്ച ചിക്കൻ നമ്മൾ നല്ല രീതിയിൽ ഇടാൻ പോകും ഈ ഗ്രേവിയിലേക്ക്. ഓരോന്നായിട്ട് വറക്കിട്ട്
പിന്നെ നമുക്ക് മല്ലിച്ചപ്പല്ല അത് കൂടി കഴിഞ്ഞാൽ വേവാൻ വെക്കണം. അതിനപ്പോൾ വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയാണ്. ഞാൻ തിളയ്ക്കണത് തിളച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി.